എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമ്മയുടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ബാലികാദേവിനെ കാണാനായിട്ട് ജയനും മിനിയും കൂടെ അന്നപൂർണേശ്വരി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ഈ സമയത്താണ് ദേവികമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ദേവികമ്മ മിനിയും ജയനെയും കണ്ടപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്ത് പറ്റി, നിങ്ങൾ ടൂറ് പോയിട്ട് വരുന്ന വഴിയാണെന്ന് ചോദിക്കാം. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, ഇല്ല പോയില്ല എന്ന് പറയാം. ഇതെന്ത് പറ്റി, മുഖത്ത് എന്ത് പറ്റി, ഒരു പാടൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. എന്താ ജയ, എന്താ കാര്യം ചോദിക്കുകയാണ്. ഈ സമയത്താണ് ജയൻ ആ കാര്യം പറയുന്നത്. വണ്ടി ആക്സിഡന്റ് ആയ കാര്യം, അത് മാത്രമല്ല ആതിരമോൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ആതിരമോളെ കാണാതെ പോയ കാര്യങ്ങളല്ല മുത്തശ്ശിയോട് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ മുത്തശ്ശി പറഞ്ഞു, എന്റെ അയ്യപ്പസ്വാമി ഞാൻ എന്താ കേൾക്കണേന്ന് ചോദിക്കണം. മിനി പറഞ്ഞു, എങ്ങോട്ട് പോയെന്നറിയത്തില്ല, പോലീസുകാർ അവിടെ മുഴുവൻ അരിച്ചു പെറുക്കി, പക്ഷെ അവിടെ എങ്ങും ആതിരനെ കാണാൻ പറ്റില്ലെന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്റെ ദൈവമേ, എന്റെ അന്നപൂർണേശ്വരി ദേവി എന്റെ ആതിരമോളെ കാത്തോണെന്ന് പറഞ്ഞിട്ട് ആ സമയം ദേവികമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ല നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്ന് എന്തിനാന്ന് ചോദിക്കാം. ബാലികാദേവിനെ കണ്ട് സങ്കടങ്ങളൊക്കെ പറയാന്ന് കരുതി ബാലികാദേവിയുടെ വിഷമങ്ങൾ പറയുവാണെങ്കിൽ ബാലികാദേവി രക്ഷിക്കൂന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങള് ബാലികാദേവിനെ കാണാൻ വന്നാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് നടക്കുവാണ്. അങ്ങനെ നടന്ന് ചെല്ലുമ്പോഴാണ് ഗിരിദേവനെ കാണുന്നത്. ഗിരിദേവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് മിനിയുടെ ജയന്റെ മുഖം അങ്ങോട്ട് മാറി. ഓഹോ, ഇവനപ്പോ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന രീതിയായിരുന്നു. പെട്ടെന്ന് ജയനെ കണ്ടിച്ചു, എന്ത് പറ്റി ആതിരയുടെ അച്ഛ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, ദേ നീ ഒന്നും അറിയത്തില്ലാത്ത മട്ടും പാവം നടിക്കണ്ട, എനിക്ക് മനസ്സിലായി, എല്ലാം നിന്റെ ആ ഉണ്ണിമോളുടെ ഒക്കെ കളിയാ. എന്റെ ആതിരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അല്ല ഞാൻ എന്ത് ചെയ്തെന്നാ ആതിരയുടെ അച്ഛൻ പറയണെന്ന് ചോദിക്കാം. എന്ത് ചെയ്യുന്നു, നിനക്കൊന്നും അറിയത്തില്ലല്ലേ എന്ന് മിനി ചോദിക്കുകയാണ്. നിന്നെ കൂട്ടാത്തന്നെ ദേഷ്യം തീർത്തല്ലേ എന്റെ ആതിരമോളെ നീ എവിടെയാ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ. ഇതിനു മുമ്പ് നീ അഖിൽമോനെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാല് നീ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ച് കാണും. എനിക്കറിയാം, എവിടെയാണെങ്കിലും എന്റെ ആതിരമോളെ തിരികെ കിട്ടണമെന്ന് പറയാം. ഇല്ലെങ്കിൽ നിന്നെ കണ്ടു ഉറപ്പായിട്ടും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ ഒന്ന് ചിരിച്ചു. ഗിരിദേവൻ പറഞ്ഞു, അതെ അതിരുടെ അമ്മേ ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷേങ്കില് എല്ലാം അയ്യപ്പസ്വാമിയുടെ കാര്യങ്ങളായിരിക്കും. ഒരു പക്ഷേങ്കില് നിങ്ങൾ അയ്യപ്പസ്വാമിനെ വെല്ലുവിളിച്ചേക്കോ അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് മിനി പറഞ്ഞു, ഞങ്ങളൊരു അയ്യപ്പസ്വാമിനെ വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ നിനക്ക് കുറെ അടവങ്ങളും വാചികളും തന്ത്രങ്ങളൊക്കെ അറിയാന്ന് എനിക്കറിയാം, പക്ഷെ ഞങ്ങളുടെ അടുത്ത് അതുപോലത്തെ ആ തന്ത്രങ്ങളൊന്നും പയറ്റാൻ നോക്കണ്ട കേട്ടോ, അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചെലാവില്ലെന്ന് പറയാം. ഞങ്ങൾ ബാലികാദേവിനെ കാണാനാ വന്നേ, നിന്റെ അടുത്ത് വന്ന് വിവരങ്ങൾ പറയാനാ അനസൂയും വിനോദും പറഞ്ഞേ. പക്ഷെ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ബാലികാദേവിയുടെ അടുത്ത് പോയി ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിലെ വിഷമം പറയും. ബാലികാദേവിക്ക് സഹായിക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് തോന്നുന്നേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ചെന്ന് ബാലികാദേവിയുടെ അടിയിലേക്ക് ചെല്ലുമ്പോൾ ആ കാഴ്ച കാണുന്നേ, ആ ബാലികാദേവിയുടെ സ്ഥാനത്ത് ഉണ്ണിമോള് നിൽക്കുന്നു. അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. മിനിയും ജയനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം ഗിരിജാൻ പറഞ്ഞു, എന്ത് പറ്റി നോക്കി നിൽക്കുന്നേ, അതാരെന്ന് മനസ്സിലായില്ലേ, അതാണ് ബാലികാദേവി എന്ന് പറയണം. ഇത് ബാലികാദേവിയോ, ഇത് ഉണ്ണിമോളല്ലേന്ന് ചോദിക്കും. ഉണ്ണിമോള് മുമ്പ്, ഇനി 3 ദിവസത്തേന് ബാലികാദേവി ആയിരിക്കും ഉണ്ണിമോള്. ഉണ്ണിമോൾക്കാണ് ഇത്തവണത്തെ ബാലികാദേവി ആയിട്ടുള്ള നറുക്ക് വീണേ. അറിയാലോ, അന്ന് ട്രിപ്പ് മുടങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ണിമോള് വീട്ടിലേക്ക് വന്നായിരുന്നു. ആ സമയത്താണ് ഇവിടുത്തെ തിരുമേനി വന്ന് കൂട്ടിക്കൊണ്ട് വന്നേ. ഉണ്ണിമോൾക്കാണ് ബാലികാദേവി ആകാനായിട്ടുള്ള ഇത്തവണത്തെ അവസരം കിട്ടിയത്. അങ്ങനെ ഉണ്ണിമോളാണ് ബാലികാദേവി എന്ന് പറയാം. ഇത് കേട്ടതും മിനി പറഞ്ഞു, അപ്പൊ നമ്മൾ ഇവിടെ വരെ വന്ന് വെറുതെ ആയി പോയില്ലേ, ഇവളോട് പോയി തങ്ങളെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അത് ഉണ്ണിമോളല്ല ഇരിക്കുന്നത്, ബാലികാദേവിയാണ്. നിങ്ങൾ പോയി വിഷമങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷെ ബാലികാദേവി നിങ്ങളെ സഹായിക്കും എന്ന് പറയാം. ജയൻ പറഞ്ഞു, പിന്നെ അവളോട് പോയി വിഷമങ്ങൾ പറയാനായിട്ട്, അതും അവളുടെ കാലിൽ പോയി വീഴാനായിട്ട്, അതിലൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറയണം. മിനി പറഞ്ഞു, ഇതൊക്കെ വെറുതെ ഊടായിപ്പല്ലേ, വെറുതെ ബാലികാദേവി എന്നും വേഷം കെട്ടിയിരിക്കുന്നു. അല്ല ഈ അമ്മ ഇത് എന്ത് വിചാരിച്ചാ എനിക്ക് മനസ്സിലാത്തെ, വെറുതെ അല്ല അമ്മ ഇവിടെ വന്ന് ഇരിക്കുന്നത്, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഹോ, ഗിരിദേവന്റെ മാവയുടെ എല്ലാവരുടെയും തീരുമാനമായിരിക്കും ഇതല്ലേ, നിങ്ങളായിരിക്കും ഉള്ള ബാലികാദേവിയായിട്ട് വേഷം കെട്ടിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയേക്കുന്നത് അല്ലെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തത്. ഗിരിദേവൻ ഒന്നും മിണ്ടിയില്ല. പിന്നീട് ജയൻ പറഞ്ഞു, ബാമിനി ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നേക്കാളും ഭേദം വേറെ പണിയൊന്നുമില്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷൻ ഒന്നുകൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് അവരും കൂടെ തിരിഞ്ഞു നടക്കുക. ഈ സമയം ദേവകിയമ്മ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങൾ ബാലികാദേവി എടുത്ത വിഷമങ്ങളൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കും. പിന്നെ ബാലികാദേവി ആരെന്ന് അമ്മ വിചാരിച്ചിരിക്കുന്നത്, അപ്പൊ അമ്മയും കൂടെ അറിഞ്ഞിട്ടല്ലേ ഈ ഊടായ്പ നാടകങ്ങൾ കളിക്കുന്നതെന്ന് ചോദിക്കുക. അയ്യോ മോനെ ജയ അങ്ങനെ പറയരുത്, അത് ഉണ്ണിമോളാണെങ്കിലും ഉണ്ണിമോളുടെ മനസ്സിൽ ദേവിയാണ് കുടികൊള്ളുന്നതെന്ന് പറയണം. പിന്നെ ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ, വെറുതെ പുളു അടിക്കാതെ അമ്മയെന്ന് പറയണം. അല്ല മോനെ സത്യമായിട്ടുള്ള കാര്യം പറയണേ, ഇവിടെ അനു വന്നിട്ടുണ്ടായിരുന്നു, അനുവിന്റെ ജീവൻ രക്ഷിച്ചതല്ല ഉണ്ണിമോളാണ്. ഇനിയിപ്പോ അത് കൂടുതൽ എനിക്കൊന്നും പറയാമല്ലോ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പോയി പറയാണ്. പക്ഷെ മിനിയും ജയനും കൂട്ടാക്കില്ല. മിനി പറഞ്ഞു, ബാ നമുക്ക് അന്നപൂർണേശ്വരി ദേവിയുടെ അരിയിലേക്ക് ഒന്ന് സങ്കടങ്ങളൊക്കെ പറയാം, ഇവിടം വരെ വന്നതല്ലേ, ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടങ്ങ് പോവാണ്.
ഈ സമയത്ത് ദേവകിയമ്മ നേരെ ഉണ്ണിമോളുടെ അരിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ഉണ്ണിമോളായിട്ടല്ല ദേവകിയമ്മ ആ സമയത്ത് കാണുന്നത്, ബാലികാദേവിയായിട്ട് തന്നെയാണ് ഉണ്ണിമോളെ കാണുന്നത്. അങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, അതെ ജയനോടും മിനിയോടും ക്ഷമിക്കണം, അവൾ ആളറിയാതെ പറഞ്ഞു പോയതാ ദേവി, അവരോട് ക്ഷമിക്കണം. അതെ എൻ്റെ ആദരമോൾക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല, അവളെ കാണാതെ പോയാൽ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് അവളെ തിരികെ കിട്ടണം. അത് എൻ്റെ ഒരു അപേക്ഷയാ. ഈ വൃത്തിയുടെ അപേക്ഷ അങ്ങ് നിരസിക്കല്ലേ ദേവി, ഒരു മാർഗം നീ കാണിച്ചു തരണം. എൻ്റെ ആദരമോൾക്ക് ഒരു സങ്കടമോ ഒരു വിഷമോ കൂടാതെ ഒരാപത്തും കൂടാതെ ഒരു പോറൽ പോലും സംഭവിക്കാതെ അവളെ തിരികെ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോളുടെ കാലിക്കലിലേക്ക് വീണ് കരഞ്ഞപേക്ഷിക്കുകയാണ് മുത്തശ്ശി. ഈ സമയത്ത് ഉണ്ണിമോളൊന്നും മിണ്ടിയില്ല, ഉണ്ണിമോൾ നോക്കുക മാത്രമേ ചെയ്തേ. അപ്പൊ മുത്തശ്ശിക്ക് സങ്കടമായി, ഇതെന്ത് പറ്റി, ഒന്നും പറയുന്നില്ലല്ലോ ഉണ്ണിമോള്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ എന്തെങ്കിലും പറയേണ്ടതാണല്ലോ. പിന്നീട് ഉണ്ണിമോള് അതെ ധൈര്യമായിട്ട് പൊക്കോളൂ മുത്തശ്ശി എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി ഒരു സമാധാനം, ഒരു പക്ഷേങ്കിൽ ബാലികാദേവി സഹായിക്കുമായിരിക്കും, ആതിര എവിടെ ഉണ്ടെന്ന് ബാലികാദേവിക്ക് അറിയായിരിക്കും എന്ന് പറയാണ്. പിന്നീട് ഉണ്ണിമോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഗിരിദേവന്റെ മാവയുടെ അടുത്തേക്ക് വരുവാണ്. മാവയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഗിരിദേവ എനിക്കറിയത്തില്ല, മുത്തശ്ശി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ആതിര ചേച്ചിനെ കാണാനില്ലെന്ന്, എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, പേടിക്കണ്ട, ആതിര ചേച്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ണിമോക്ക് കിട്ടുമെന്ന് പറയണം. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ മനസ്സിലേക്കൊന്നും തോന്നിയില്ലോ, പിന്നെ ഞാൻ എന്താ മുത്തശ്ശിയോട് പറയണ്ടേ, ഞാൻ മുത്തശ്ശിയോടൊന്നും അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാം. പറഞ്ഞല്ലോ ആതിര ചേച്ചി എവിടെയാന്നുള്ള വിവരം ഉണ്ണിമോൾക്ക് കിട്ടിക്കോളും, ഉണ്ണിമോൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. അതെ ദേവി ഉണ്ണിമോളുടെ നാവില് ആ കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറയാം. പക്ഷെ അപ്പോഴും ഉണ്ണിമോൾക്ക് അറിയത്തില്ല എങ്ങനെ ആതിര ചേച്ചിനെ കണ്ടുകിട്ടുമെന്നും അറിയത്തില്ലായിരുന്നു. ഈ സമയം കുറുപ്പേണ്ണും സാവത്തിനും വല്ലാത്ത ടെൻഷൻ, ഇതുവരെ ആയിട്ടും തന്റെ വൈഷ്ണവമോളെ കണ്ടിട്ടില്ല. അങ്ങനെ വൈഷ്ണവിയുടെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ഇതുവരെയായിട്ടും വൈഷ്ണവമോളെ കണ്ടില്ലോ, ഞങ്ങൾക്ക് അവളെ കാണണമെന്ന് പറയാം, നോക്കട്ടെ അവളെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. മുറിയിലേക്ക് അങ്ങോട്ട് പോയിട്ട് കുറച്ച് സമയം അകത്ത് സംസാരിക്കുന്ന കേട്ടു. ആ സമയത്ത് ഒരു പക്ഷേങ്കിൽ സാവിത്രി പറഞ്ഞു, ഇനിയിപ്പം അവൾക്ക് നമ്മളെ കാണാനായിട്ട് താല്പര്യമില്ലായിരിക്കും, നമ്മൾ ആദ്യമായിട്ടല്ലേ അവളെ കാണാൻ പോകുന്നത്, ഇത്രയും കാലമായിട്ട് അവളെ കാണാൻ പോലും നമ്മൾ വന്നില്ലല്ലോ, അപ്പൊ അതിൻ്റെതായ ഒരു വിഷമങ്ങളും സങ്കടങ്ങളും കാണുമെന്ന് പറയണം. അവള് വരുവാണെ വരട്ടെ, ബാ ഞാൻ ആഹാരം എടുത്തു വെക്കാന്ന് പറഞ്ഞിട്ട് കുറുപ്പേട്ടനെ കൊണ്ട് സാവിത്രിയും ഡൈനിങ് ഹാളിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ആഹാരം എടുത്തു വെച്ചു, വൈഷ്ണവിക്കും കൂടെ ഉള്ള ആഹാരം എടുത്തു വെച്ചു. ഒരു പക്ഷെ അവള് വരുവാണെങ്കിൽ കഴിക്കട്ടെ എന്നൊരു വിചാരത്തിലാണ് എടുത്തു വെച്ചത്. അപ്പോഴാണ് വൈഷ്ണവിനെ കൊണ്ട് അങ്ങോട്ട് വൈഷ്ണവിയുടെ അമ്മ വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പം കാണുന്ന കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ മകന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പണെന്ന് പോലും അറിയുന്നത്. പക്ഷെ ഇവള് നല്ല സുന്ദരി മിടുക്കി പെങ്കൊച്ച. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സാവിത്രി പെട്ടെന്ന് പറഞ്ഞ് മോളിങ്ങോട് വന്നേ ഒന്ന് കാണട്ടെ എന്ന് പറയാണ്. പക്ഷേങ്കിൽ അവൾ അടുത്തേക്ക് വരാനൊന്നും കൂട്ടാക്കില്ല. അത് വൈഷ്ണവി അല്ലായിരുന്നു, അത് ആതിരയായിരുന്നത്. കാരണം ആതിര എന്നുള്ള കാര്യമൊന്നും അവർക്കറിയത്തില്ല. ആതിരയാണ്, ആതിരയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ട്വിസ്റ്റുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. വൈഷ്ണവിയാന്നും പറഞ്ഞ് അവരുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തുന്ന ആതിരേനെയാണ്. കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണു ചിലപ്പോൾ അങ്ങനെ ഒരു മോളില്ലായിരിക്കും. പക്ഷെ ഇവരുടെ കയറി കള്ള നാടകങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിന്റെ ഭാര്യയെന്ന് അവകാശപ്പെടുന്ന അവള് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ ഈ സമയത്ത് ആതിര അവിടെ വന്നിരുന്നു. ആതിര ഇരുന്നപ്പം പെട്ടെന്ന് കുറിപ്പേട്ടൻ ചോദിച്ചു, എന്താ മോളെ ഞങ്ങളോടുള്ള ദേഷ്യം തീർന്നില്ലെന്ന് ചോദിക്കുക. ഈ സമയം ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടാതിരിക്കുക. വൈഷ്ണവ എന്താ മിണ്ടാത്തെ, എന്തേ ഈ മുത്തശ്ശിയോട് ക്ഷമിക്കുക, ഞങ്ങൾ ഇത്രയും കാലം വരാതിരുന്നേ, ഞങ്ങൾക്ക് നിന്നെക്കുറിച്ചുള്ള ഒരു അറിവുമില്ലായിരുന്നു, നീ ഒരു മോളുണ്ടെന്ന് പോലും വിഷ്ണു ഒരു മോളെന്ന് പോലും അറിഞ്ഞില്ല, വളരെ വൈകിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങളോട് ക്ഷമിക്കും മോളെ, ഇനി ഞങ്ങൾ മോളെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടും പോകത്തില്ലെന്നൊക്കെ പറയാം. ഇതൊന്നും കേട്ടിട്ട് അവളുടെ മുഖത്തൊരു ഭാവവ്യത്യാസമില്ലായിരുന്നു. പെട്ടെന്ന് വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞു, അതേ മോളുടെ സ്വഭാവം അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, അത് കാര്യാക്കണ്ട, അവള് പതുക്കെ നമ്മളുമായിട്ട് ചോദിച്ചോളും, നിങ്ങൾ ഫുഡ് കഴിക്കാൻ പറയുകയാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ സാവിത്രിയും കുറിപ്പേണ്ണ അവളെ തന്നെ നോക്കിയിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല നാളെ ഇനിയിപ്പോൾ ആതിരനെയും കൂടി ക്ഷേത്രത്തിലേക്ക് വരും, അവര് ബാലികാദേവിയുടെ അരിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. മിനിയും ജയനും ആതിരനെ കാണുന്നുണ്ട്. പക്ഷെ ആതിര അവരെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരിക്കില്ല. അവസാനം അവർ വീണ്ടും ബാലികാദേവിയുടെ കാലെ പിടിച്ച് ചെല്ലുന്നുണ്ട്. ഉണ്ണിമളുടെ കാലെ വീണ് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അപേക്ഷിച്ച് കഴിയുമ്പോൾ മാത്രമാണ് അവർക്ക് ആതിരനെ തിരിച്ചു കിട്ടുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.